രണ്ടാമത്തെ അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ദ സിഗ്നേച്ചർ ഓഫ് ടൈം എന്ന് പറയുന്ന വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗത്തേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. പേജ് നമ്പർ 32 പേജ് നമ്പർ ടെക്സ്റ്റ് ഉള്ളവർ പേജ് കൂടി എടുത്ത് വയ്ക്കുക. എർത്ത് മൂവ്മെൻറ്റ്സ്, ഭൂമിയുടെ വിവിധ തരത്തിലുള്ള ചലനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ. എർത്ത് മൂവ്മെൻറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു. എർത്ത് മൂവ്മെൻറ്റ്സ് രണ്ട് രീതിയിലാണ് നടക്കുന്നത് ഇവിടെ. എൻഡോജനിക് മൂവ്മെൻറ്റ്സ് ആൻഡ് എക്സോജനിക് മൂവ്മെൻറ്റ്സ്. ആന്തരിക ചലനങ്ങളും ബാഹ്യ ചലനങ്ങളും എന്നീ രണ്ട് തരത്തിലാണ് എർത്ത് മൂവ്മെൻറ്റ്സ് നടക്കുന്നത്. എൻഡോജനിക് മൂവ്മെൻറ്റ്സ് ആൻഡ് എക്സോജനിക് മൂവ്മെൻറ്റ്സ്. എൻഡോജനിക് മൂവ്മെൻറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു: ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ് ആൻഡ് സഡൻ മൂവ്മെൻറ്റ്. ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ് മീൻസ് സാവധാനത്തിൽ നടക്കുന്ന ചലനങ്ങളും സഡൻ മൂവ്മെൻറ്റ് മീൻസ് വളരെ പെട്ടെന്ന് നടക്കുന്ന ചലനങ്ങളും എന്ന് പറയുന്നു. എൻഡോജനിക് മൂവ്മെൻറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു: ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ് ആൻഡ് സഡൻ മൂവ്മെൻറ്റ്. അതിൽ ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ് സാവധാനം നടക്കുന്ന ചലനങ്ങളിൽ പ്ലേറ്റ് മൂവ്മെൻറ്റ്സ് നമ്മൾ പഠിച്ചതാണ്. പ്ലേറ്റ് മൂവ്മെൻറ്റ്സ് മീൻസ് ഫലകങ്ങളുടെ ചലനം സാവധാനത്തിൽ നടക്കുന്ന മൂവ്മെൻറ്റാണ്. സഡൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനം, വളരെ പെട്ടെന്ന് നടക്കുന്ന ചലനമാണ്. സഡൻ മൂവ്മെൻറ്റാണ്. വോൾക്കാനിക് ഇറപ്ഷൻ ആൻഡ് എർത്ത് ക്വേക്ക്, ഭൂമി കുലുക്കും. ഈ രണ്ട് മൂവ്മെൻറ്റ്സുകളും സഡൻ മൂവ്മെൻറ്റാണ്. ഇത്രയുമാണ് ആ ഒരു ചാർട്ടിലൂടെ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തൊരു ഭാഗത്തേക്ക് പോകുന്നു. വാട്ട് ഈസ് അപ്ലിഫ്റ്റ് ആൻഡ് വാട്ട് ഈസ് സബ്സിഡൻസ്. എന്താണ് അപ്ലിഫ്റ്റ് എന്നും എന്താണ് സബ്സിഡൻസ് എന്നും പറയുന്നു. റൈസിങ് ഓഫ് ദ ക്രസ്റ്റൽ പോർഷൻസ് ആർ കോൾഡ് അപ്ലിഫ്റ്റ്. നമ്മുടെ ക്രസ്റ്റൽ പോർഷൻ, നമ്മുടെ ഭൂവൽക്കത്തിലെ ചില ഉയർന്ന ഭാഗങ്ങൾ ഉണ്ടായിരിക്കുന്നു, അതിനെ പറയുന്ന പേരാണ് അപ്ലിഫ്റ്റ്. ഉയർന്ന ഭാഗങ്ങളുമുണ്ട്, താഴ്ന്ന ഭാഗങ്ങളുമുണ്ട്. ആൻഡ് ദ ലോവറിങ് ഓഫ് ദ ക്രസ്റ്റ് ആർ കോൾഡ് സബ്സിഡൻസ്. അതായത് ചില ഉയർന്ന ഭാഗമെന്ന് പറയുമ്പോൾ മൗണ്ടെയ്ൻസ്, പ്ലേറ്റ്യൂസ് ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഉയർന്ന ഭാഗങ്ങളെന്ന് പറയപ്പെടുന്നത്. നമ്മുടെ ഭൂമിയിൽ ചില ഉയർന്ന ഭാഗങ്ങൾ, അതിന് അപ്ലിഫ്റ്റ് എന്ന് പറയുന്നു. റൈസിങ് ഓഫ് ദ ക്രസ്റ്റൽ പോർഷൻസ് ആർ കോൾഡ് അപ്ലിഫ്റ്റ്. ആൻഡ് ലോവറിങ് ഓഫ് ദ പോർഷൻ, ലോവറിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ താഴ്വരകൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ, വാലീസ്, താഴ്വരകൾ ഇങ്ങനെയുള്ള ഭാഗത്തെയാണ് സബ്സിഡൻസ് അല്ലെങ്കിൽ ലോവറിങ് ഓഫ് ദ ക്രസ്റ്റ് ആർ കോൾഡ് സബ്സിഡൻസ് എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്ലിഫ്റ്റ് ആൻഡ് സബ്സിഡൻസ്. അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ പോകുന്നു. അടുത്തൊരു ഭാഗം അവിടെ തന്നിട്ടുള്ളത് എർത്ത് ക്വേക്ക്, അതായത് ഒരു എർത്ത് ക്വേക്കിൻ്റെ ആ ഇൻറ്റൻസിറ്റി എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഭാഗമാണ് അവിടെ തന്നിരിക്കുന്നത്. മിസ്റ്റർ ട്രെഷറിങ് ഡോർജി, എ ട്രാവലർ ഇൻ നേപ്പാൾ. ഒരു നേപ്പാളിലെ ഒരു ട്രാവലർ കൊടുത്തിട്ടുള്ളൊരു വിവരണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഭൂകമ്പത്തിൻ്റെ എങ്ങനെയാണ് ആ ഭൂകമ്പത്തിൻ്റെ അനുഭവം, അദ്ദേഹത്തിനുണ്ടായ അനുഭവമാണ് ആ ഒരു ഭാഗത്ത് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. അത് എക്സ്ട്രാ റീഡിംഗ് ആണ്, ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുക അവിടെ എങ്ങനെയാണ് ഭൂകമ്പത്തിൻ്റെ അനുഭവം. നമ്മൾ അടുത്ത പോർഷനിലേക്ക് വരുന്നു. എന്താണ് ഭൂകമ്പം? അല്ലെങ്കിൽ വാട്ട് ഈസ് ആൻ എർത്ത് ക്വേക്ക്? എന്താണ് ഭൂകമ്പം എന്നറിയപ്പെടുന്നത്? പേജ് നമ്പർ 33. റോക്സ് ഇൻ ദ ഡീപ്പർ പാർട്ട് ഓഫ് ദ എർത്ത് അണ്ടർഗോ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഫോൾട്ട് ഡ്യൂ ടു പ്ലേറ്റ് മൂവ്മെൻറ്റ്സ് ആൻഡ് അതർ കോസസ്. റോക്സ് ഇൻ ദ ഡീപ്പർ പാർട്ട് ഓഫ് ദ എർത്ത്, നമ്മുടെ ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള പ്രദേശങ്ങളിൽ അണ്ടർഗോ, ഇവിടെ മാറ്റം സംഭവിക്കുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഫോൾട്ട്, സ്ഥാനചലനങ്ങൾ ഉണ്ടാകുന്നു. ഭൂമിയുടെ അടിഭാഗത്ത് ഉൾഭാഗത്തേക്ക് പോകുമ്പോൾ സ്ഥാനചലനവും ആൻഡ് ഫോൾട്ട്, ഭ്രംശനവും ഉണ്ടാകുന്നതിന് കാരണം ഡ്യൂ ടു പ്ലേറ്റ് മൂവ്മെൻറ്റ്സ്. ഏത് പ്ലേറ്റ് മൂവ്മെൻറ്റ്സുകളും നമ്മുടെ ഫലകങ്ങൾ ചലിക്കുന്നതിനും കാരണമാവുകയും ചെയ്യുന്നു. നമ്മുടെ ഭൂമിയുടെ അടിഭാഗത്ത് ഫലകങ്ങൾ ചലിക്കുകയും അതിന് ഭ്രംശനം സംഭവിക്കുന്നു, മാറ്റങ്ങൾ സംഭവിക്കുകയൊക്കെ അവിടെ ചെയ്യുന്നു. വിള്ളലുകൾ, ഫോൾട്ട് മീൻസ് വിള്ളലുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു. അണ്ടർ സച്ച് സിറ്റുവേഷൻ, ഈ അവസരങ്ങളിൽ സെവിയർ പ്രഷർ ഈസ് എക്സേർട്ടഡ് ഓൺ ദ എർത്ത്സ് ലിത്തോസ്ഫിയർ. ഈ ഭൂമിയുടെ അടിഭാഗത്ത് ഇത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സെവിയർ പ്രഷർ, ഒരു തരത്തിലുള്ള ഒരു മർദ്ദം, എക്സേർട്ടഡ് എർത്ത്സ് ലിത്തോസ്ഫിയർ, ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു മർദ്ദം ഭൂമിയുടെ ഉപരിതലത്തിൽ ലിത്തോസ്ഫിയറിൽ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. കൂടാതെ ആൻഡ് സീസ്മിക് വേവ്സ് ആർ ജനറേറ്റഡ് ജസ്റ്റ് ലൈക്ക് വേവ്സ് ഇൻ ദ പോട്ട് സ്പ്രെഡിങ് ഇൻ ഓൾ ഡിറക്ഷൻ വെൻ എ ഹെവി ഒബ്ജക്ട്സ് ഫോൾ ഇൻ ഇറ്റ്. നമ്മളൊരു കുളത്തിൽ ഒരു കല്ലെടുത്തെറിയുമ്പോൾ ആ ഓളം വെട്ടി പോകുന്നത് പോലെ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ വിള്ളലുകൾ പോലെ
ഈ വേവ്സ് ജനറേറ്റ് ചെയ്ത് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ദീസ് വേവ്സ് ക്രിയേറ്റ് ട്രിമോർസ് ഓൺ ദ എർത്ത് സർഫേസ്. ഈ വേവ്സ്, ഈ മാറ്റം അല്ലെങ്കിൽ ഈ ഒരു പ്രകമ്പനം നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ ഗ്രേറ്റ് ട്രിമോർസ്, ഒരു വലിയൊരു കുലുക്കം അല്ലെങ്കിൽ വലിയൊരു പ്രകമ്പനം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ദീസ് ട്രിമോർസ് ആർ എക്സ്പീരിയൻസ്ഡ് ബൈ അസ് ആൻഡ് എർത്ത്. ഇത്തരത്തിലുണ്ടാകുന്ന ആ ഒരു പ്രകമ്പനം, ആ ഒരു കുലുക്കം, ആ ഒരു പ്രകമ്പനത്തെ പറയുന്ന പേരാണ് ഭൂമി കുലുക്കം അല്ലെങ്കിൽ എർത്ത് കേക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഞാൻ ഒരു ഭാഗം നന്നായിട്ട് വായിക്കുക, വായിച്ചിട്ട് ഒന്നുകൂടി ആ വീഡിയോ ഒന്നുകൂടി കേൾക്കുക. അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ പോകുന്നു. പ്ലേറ്റ് മൂവ്മെൻറ്റ്സ് ആൻഡ് ഫോൾട്ടിങ്. എർത്ത് കേക്സ് ഒക്കർ ഡ്യൂ ടു അതർ റീസൺസ്. പ്ലേറ്റ് മൂവ്മെൻറ്റ് ആൻഡ് ഫോൾട്ടിങ്, ഫലകങ്ങളുടെ ചലനവും ഫോൾട്ടിങ്, വിള്ളലുകളുമല്ലാതെ എർത്ത് കേക്സ് ഒക്കെ ഡ്യൂ ടു അതർ റീസൺ, മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത് ഈ വിള്ളലുകൾ ഉണ്ടാകുവാനുള്ള അല്ലെങ്കിൽ എർത്ത് കേക്കിന് മറ്റു കാരണങ്ങൾ എന്താണ്? പ്ലേറ്റ് മൂവ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഫോൾട്ടിങ്ങും പറഞ്ഞതാണ് എർത്ത് കേക്കിൻ്റെ റീസൺസ് ആയിട്ട്. ഈ രണ്ട് റീസണുകളുമല്ലാതെ എർത്ത് കേക്ക് ഉണ്ടാകുന്നതിനുള്ള മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പറയുന്നത് കൊളാപ്സ് ഓഫ് ദ റൂഫ്സ് ഓഫ് മൈൻസ്. നമ്മുടെ മേൽക്കൂരകൾ, അതായത് കൊളാപ്സ് ഓഫ് ദ തകരുന്നതിന് കാരണമാകുന്നു. നമ്മൾ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി മൈനിങ് ചെയ്യുന്ന സമയത്ത് പലതും ഇടിഞ്ഞു വീഴുന്നതിന് കാരണമാകുന്നു. മൈൻസ് ചെയ്യുക മീൻസ് നമ്മുടെ കുഴിക്കുക, പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി കുഴിക്കുന്ന സമയത്ത് കൊളാപ്സ്, പല ഭാഗങ്ങളും ഇടിഞ്ഞു വീഴുന്നതിന് കാരണമാകുന്നു. രണ്ടാമത്തേത് പ്രഷർ ഇൻ റിസർവോയർ, ജലസംഭരണികളിൽ ഉണ്ടാകുന്ന മർദ്ദം നമ്മുടെ ഭൂമികുലുക്കം ഉണ്ടാകുന്നതിന് ഒരു കാരണമാകുന്നു. വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനവും ഇത്തരത്തിൽ ഭൂമികുലുക്കം എർത്ത് കേക്ക് ഉണ്ടാകുന്നതിന് ഒരു റീസണായിട്ട് പറയപ്പെടുന്നുണ്ട്. ഈ ഒരു 3 കാരണങ്ങളാണ് പ്ലേറ്റ് മൂവ്മെൻറ്റും ഫോൾട്ടിങ്ങും അല്ലാതെ മറ്റ് കാരണങ്ങളെന്ന് ഭൂമികുലുക്കത്തിൻ്റെ മറ്റു കാരണങ്ങളായിട്ട് പറയപ്പെടുന്നത്. നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് വരുന്നു. വാട്ട് ഈസ് ഫോക്കസ് ആൻഡ് വാട്ട് ഈസ് എപ്പി സെൻറ്റർ. എന്താണ് ഫോക്കസ് എന്നും എന്താണ് എപ്പി സെൻറ്റർ എന്നും പറയുന്നു. ദ ഡീപ്പ് പോയിൻറ്റ്സ് ഇൻസൈഡ് ദ എർത്ത് വെയർ ദ എർത്ത് കേക്ക് ഒക്കർ ഈസ് നോൺ ആസ് ഫോക്കസ്. ഭൂകമ്പം എവിടെയാണോ തുടങ്ങുന്നത് അതിനെ പറയുന്ന പേരാണ് ഫോക്കസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എബോവ് ഓൺ ദ എർത്ത് സർഫസ്. ഇതിന് ഭാഗത്തായിട്ട് ഈ ഭൂകമ്പം എവിടെയാണോ തുടങ്ങുന്നത് ആ ഫോക്കസിന് ജസ്റ്റ് എബോവ് മീൻസ് മുകളിലായിട്ട്, വെർട്ടിക്കൽ മീൻസ് മുകളിലായിട്ട് ഒരു കാണപ്പെടുന്നൊരു ഭാഗത്തെ പറയുന്ന പേരാണ് എപ്പി സെൻറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജസ്റ്റ് ഇങ്ങനെ നോക്കിയാലും മതി. ഫോക്കസ് എവിടെയാണോ ആ ഫോക്കസിന് ജസ്റ്റ് എബോവ് ആയിട്ട് വെർട്ടിക്കലായിട്ട് കാണപ്പെടുന്നൊരു ഭാഗത്തെ പറയുന്ന പേരാണ് എപ്പി സെൻറ്റർ എന്ന പേരിലും അറിയപ്പെടുന്നത്. ഫോക്കസ് ആൻഡ് എപ്പി സെൻറ്റർ. നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് വരുന്നു. വേവ്സുകളെക്കുറിച്ചാണ്, തരംഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 3 types of waves are produced from the focus during an earthquake. ഭൂമികുലുക്കം ഉണ്ടാകുന്ന സമയത്ത് ഫോക്കസിൽ നിന്ന് 3 തരത്തിലുള്ള തരംഗങ്ങളാണ് പ്രധാനമായി ഉണ്ടാകുന്നത്. 3 types of waves are produced from the focus. ഫോക്കസിൽ നിന്ന് 3 തരത്തിലുള്ള തരംഗങ്ങൾ, വേവ്സുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് പ്രൈമറി വേവ്സ്, രണ്ടാമത്തേത് സെക്കൻഡറി വേവ്സ്, മൂന്നാമത്തേത് സർഫസ് വേവ്സ്. പ്രാഥമിക തരംഗങ്ങൾ, ദ്വിതീയ തരംഗങ്ങൾ, പ്രതല തരംഗങ്ങൾ, ഇങ്ങനെ 3 തരംഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. പ്രൈമറി വേവ്സ്, സെക്കൻഡറി വേവ്സ്, സർഫസ് വേവ്സ്. സർഫസ് വേവ്സ് ആർ ദ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് വൺസ്. ഈ 3 വേവ്സുകളുള്ളതിൽ സർഫസ് വേവ്സുകളാണ് ഏറ്റവും ഡിസ്ട്രക്റ്റീവ്, വിനാശകാരി അല്ലെങ്കിൽ ഏറ്റവും നാശമുണ്ടാക്കുന്ന വേവ്സുകളെന്ന് പറയുന്നത് സർഫസ് വേവ്സുകളാണ്. പ്രതല തരംഗങ്ങളാണെന്നും പറയപ്പെടുന്നുണ്ട്. അടുത്ത പോർഷൻ പറയുന്നത് എന്താണ്? സീസ്മോഗ്രാഫ്. ദ സീസ്മി വേവ്സ് ആർ റെക്കോർഡഡ് ബൈ ആൻ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ്. ഇത്തരത്തിലുണ്ടാകുന്ന ഈ തരംഗങ്ങളെ റെക്കോർഡ് ചെയ്യുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സീസ്മിക് വേവ്സ് ആർ റെക്കോർഡഡ് ബൈ ആൻ ഇൻസ്ട്രുമെൻറ്റ്. ഈ സീസ്മിക് വേവ്സുകളെ റെക്കോർഡ് ചെയ്യുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത പറയുന്നത് എന്താണ്? റിക്ടർ സ്കെയിൽ. റിക്ടർ സ്കെയിൽ മെഷേഴ്സ് ദ ഇൻറ്റൻസിറ്റി ഓഫ് എനർജി. അതിൻ്റെ തീവ്രത എത്രയാണോ, ഈ ഓരോ തരംഗങ്ങൾ അല്ലെങ്കിൽ ഈ ഭൂമികുലുക്കം അല്ലെങ്കിൽ തരംഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ തീവ്രത, ഇൻറ്റൻസിറ്റി, തീവ്രത എത്രയാണോ എന്ന് പറയുന്നത്, അത് കണക്ക് നോക്കുന്നതാണ്, അതിനെ മെഷർ ചെയ്യുന്നതാണ് റിക്ടർ സ്കെയിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്.
ഒന്നുകൂടി വരാം. റെക്ടർ സ്കെയിൽ മെഷേഴ്സ് ദ ഇൻറ്റൻസിറ്റി ഓഫ് എനർജി റിലീസ്ഡ് അറ്റ് ദ ടൈം ഓഫ് എൻ എർത്തുക്കേക്ക്. എർത്തുക്കേക്ക് ഭൂമികുലുക്കം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ തീവ്രത അളക്കുന്ന ഉപകരണമാണ് റെക്ടർ സ്കെയിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ഭാഗത്തേക്ക് സുനാമി. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എർത്തുക്കേക്ക് ആയിരുന്നു. അടുത്ത ഭാഗത്തേക്ക് വരുന്നു സുനാമി. സുനാമി എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് വേർഡാണ്. അതാണ് TSUNAMI, സുനാമി. വാട്ട് ഈസ് സുനാമി? എന്താ സുനാമി എന്നറിയപ്പെടുന്നത്? Tremor waves originating due to earthquakes, volcanic eruption, meteor impact, etc. in the ocean floor generate huge sea waves rising to several meters. Such waves are called tsunami. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ട്രിമോർ വേവ്സ്. ഈ ട്രിമോർ വേവ്സ്, ശക്തമായിട്ടുള്ള ഈ വേവ്സുകൾ, തരംഗങ്ങൾ, ഒറിജിനേറ്റിംഗ് ഡ്യൂ ടു എർത്ത് നമ്മുടെ ഭൂമികുലുക്കം ഉണ്ടാകുന്ന സമയത്ത് ഒറിജിനേറ്റ് ചെയ്യുന്നു. ഇതുകൂടാതെ വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുന്ന സമയത്തും, മീറ്റിയോസ് ഇറപ്റ്റ്, നമ്മുടെ ഉൽക്കകൾ പൊട്ടുന്ന സമയത്തും, ഇവയ്ക്ക് എല്ലാ സമയത്തും പലതരത്തിലുള്ള പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ ഇൻ ദ ഓഷ്യൻ ഫ്ലോർ ജനറേറ്റ് ഹ്യൂജ് സീ വേവ്സ്. നമ്മുടെ 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യമാണ് ഓഷ്യൻ ഫ്ലോറും കോണ്ടിനെന്റൽ ഫ്ലോറും. അതിൽ ഓഷ്യൻ ഫ്ലോറിൽ ഇത്തരത്തിൽ തരംഗങ്ങൾ ഭൂമിയുടെ അടിഭാഗത്ത് ഉണ്ടാകുന്നു. ഇത്തരത്തിലുണ്ടാകുന്ന വേവ്സുകൾ സീ വേവ്സ് റൈസിങ് ടു സെവറൽ മീറ്റേഴ്സ്. ഇത്തരത്തിൽ ഈ ഹ്യൂജ് സീ വേവ്സ്, ശക്തമായിട്ടുള്ള ഈ വലിയ രീതിയിലുള്ള സീ വേവ്സ് റൈസിങ് ടു സെവറൽ മീറ്റേഴ്സ്, നല്ല ഉയരത്തിൽ ഉയരുന്നതിന് കാരണം, റൈസിങ് ടു സെവറൽ മീറ്റേഴ്സ്, ഒരുപാട് മീറ്ററുകൾ ഉയരുന്നതിന് കാരണമാകുന്നു. സച്ച് വേവ്സ് ആർ കോൾഡ്. ഇത്തരത്തിലുണ്ടാകുന്ന ആ വേവ്സ്, തരംഗങ്ങളെ പറയുന്ന പേരാണ് സുനാമി, അല്ലെങ്കിൽ തിരമാലകളെ പറയുന്ന പേരാണ് സുനാമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ദ കോസ്റ്റൽ റീജിയൻ മെയിൻലി അഫക്റ്റഡ് ബൈ ഡിസാസ്റ്റർ എഫക്റ്റ് ഓഫ് സുനാമി. പ്രധാനമായിട്ട് ഇത് കൂടുതൽ നാശം ഉണ്ടാക്കുന്നത് തീരപ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായി നാശമുണ്ടാക്കുന്നത്. ദ വിസിബിൾ ഇമ്പാക്റ്റ് ഓഫ് സുനാമി ഈസ് ദ ഡാമേജ് ആൻഡ് ഡിസ്ട്രക്ഷൻ ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി കോസ്ഡ് ബൈ ഇറ്റ്. ഇത് നമ്മുടെ ജീവനും സ്വത്തിനും നാശമുണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ആളുകൾ മരിക്കുന്നതിന് കാരണമാകുന്നു. അതുപോലെ നമ്മുടെ വീടുകളൊക്കെ നശിക്കുന്നതിനും കാരണം, ഈ സുനാമി ഉണ്ടാകുന്ന സമയത്ത് വീടുകളൊക്കെ നശിക്കുന്നതിനും കാരണമാകുന്നു. കേരള കോസ്റ്റ് വാസ് ആൽസോ അഫക്റ്റഡ് ബൈ സുനാമി ഓൺ 26 ഡിസംബർ 2004. 2004 ഡിസംബർ 26-ന് കേരള തീരപ്രദേശത്തും ഇത്തരത്തിൽ സുനാമി ഉണ്ടായിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. അടുത്തൊരു ഭാഗത്തേക്ക് വരുന്നു. വാട്ട് ആർ ദ മെഷേഴ്സ് വി ക്യാൻ ടേക്ക് ടു മിറ്റിഗേറ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് സുനാമി? എന്തെല്ലാം മെഷേഴ്സുകളാണ്, മുൻകരുതലുകളാണ് വി ക്യാൻ ടേക്ക് ടു മിറ്റിഗേറ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് സുനാമി? സുനാമി ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. റിസഷൻ ഇൻ സീ ലെവൽ മേ ബി ആൻ ഇൻഡിക്കേറ്റർ ഓഫ് സുനാമി. കടൽ പിൻവാങ്ങുന്ന സമയത്ത് നമുക്കൊരു സൂചനയായി കിട്ടുന്നു. അതായത് കടൽ ഉൾവലിയുകയാണ്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോകുകയാണ്, ഒരു ഇൻഡിക്കേറ്റർ നമ്മളവിടെ കിട്ടുന്നു. ഇഫ് സോ മൂവ് ഓൺ ടു സേഫർ ലൊക്കേഷൻ. ഈ സമയങ്ങളിൽ നമ്മൾ സേഫർ ലൊക്കേഷൻ, സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറുന്നതിന് കാരണമാകുന്നു. കടൽ ഉൾവലിയുകയാണ് എങ്കിൽ എന്തെങ്കിലും സംഭവിക്കാൻ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. ആ സമയത്ത് തന്നെ നമ്മൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ മാറുക. ടേക്ക് ഒഫീഷ്യൽ വാർണിംഗ് സീരിയസ്ലി. ഔദ്യോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അറിയിപ്പുകൾ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കുക. ഡോണ്ട് അറൈവ് അറ്റ് സെൽഫ് കൺക്ലൂഷൻ ദാറ്റ് ദ ഡേഞ്ചറസ് സിറ്റുവേഷൻ ഈസ് ഓവർ. നമ്മൾ ഈ അപകടം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു സ്വന്തമായിട്ട് തീരുമാനമെടുത്തുകൊണ്ട് വീണ്ടും ആ സ്ഥലത്തേക്ക് പോകരുത്. വെയിറ്റ് ഫോർ ഒഫീഷ്യൽ ഡിക്ലറേഷൻ. ഔദ്യോഗികമായിട്ടൊരു തീരുമാനമുണ്ടായതിനു ശേഷം മാത്രമേ നമ്മൾ ആ സ്ഥലത്തേക്ക് പോകാൻ പാടുള്ളൂ. ഓൺസ് trapped by tsunami waves try to escape holding and floating materials firmly. സുനാമി തിരമാലകൾ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുകയും അതുപോലെ ഹോൾഡിംഗ് ആൻഡ് ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസ് ഫേംലി, മറ്റുള്ള അത്യാവശ്യ സാധനങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ സേഫറായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറുകയും ചെയ്യുക. NCC, റെഡ് ക്രോസ് and other voluntary organizations has important role in disaster management activities in tsunami affected regions. സുനാമി ബാധിത പ്രദേശങ്ങളിൽ NCC, റെഡ് ക്രോസും
അതുകൂടാതെ മറ്റ് വോളണ്ടറി മറ്റ് ഓർഗനൈസേഷൻസുകൾ, മറ്റ് സ്ഥാപനങ്ങളാകാം, മറ്റ് വ്യക്തികളാകാം, ഇവർ പ്രധാനപ്പെട്ട റോളും അവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുന്നു. വോൾക്കാനോസ്, അഗ്നിപർവ്വത സ്ഫോടനം അല്ലെങ്കിൽ വോൾക്കാനോസ്. The hot molten rock that comes out through the fissures on the crust. നമ്മുടെ ഭൂവൽക്കത്തിൽ ഉണ്ടാകുന്ന ഫിഷേഴ്സ് മീൻസ് വിള്ളലുകളിലൂടെ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ പുറത്തേക്ക് വരുന്നു. ഹോട്ട് മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ കംസ് ഔട്ട്. ഈ വിള്ളലുകളിലൂടെ ഈ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ പുറത്തേക്ക് വരുന്നു. Volcanoes are formed by such molten rock materials comes out through the fissures along the plate margins. നമ്മൾ പ്ലേറ്റ് മാർജിൻസ് പഠിച്ചതാണ്. ഡൈവർജൻറ്റും കൺവെർജൻറ്റും ഷെയർ മാർജിൻസ് ഒക്കെ പഠിച്ചതാണ്. ഈ ഫിഷേഴ്സ്, ഈ പ്ലേറ്റ് മാർജിൻസിലുണ്ടാകുന്ന ഫിഷേഴ്സ്, വിള്ളലുകളിലൂടെ ഈ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. നിയർലി 80% of the world's volcanoes are situated around the Pacific Ocean. പസഫിക് ഓഷന് ചുറ്റുമായിട്ടാണ് ലോകത്തിൽ 80% അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്നത് എന്ന് പറയുന്നു. വാട്ട് ഈസ് പസഫിക് റിംഗ് ഓഫ് ഫയർ? എന്താണ് പസഫിക് റിംഗ് ഓഫ് ഫയർ? പസഫിക്കിലെ തീവലയം എന്ന് പറയുന്നത് എന്താണ്? ദിസ് സോൺ containing more than 452 volcanoes is known as Pacific Ring of Fire. This zone means മേഖല. 452 വോൾക്കാനോസുകൾ പസഫിക്കിന് ചുറ്റുമായിട്ട് ഈ ഒരു മേഖലയിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു മേഖലയെ പറയുന്ന പേരാണ് പസഫിക് റിംഗ് ഓഫ് ഫയർ, പസഫിക്കിൻ്റെ തീവലയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തൊരു ഭാഗത്തേക്ക് പോകുന്നു. വോൾക്കാനോസ് പോസ് സീരിയസ് ത്രെറ്റ്സ് ടു ലൈഫ്. ഈ അഗ്നിപർവ്വതങ്ങൾ പ്രധാനമായിട്ട് നമ്മുടെ ജീവന് പോലും അപകടമുണ്ടാക്കുന്ന ഒന്നാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ ദേ ആർ ആൾസോ യൂസ്ഫുൾ ഇൻ മെനി വേയ്സ്. നമുക്ക് പലതരത്തിൽ ഈ അഗ്നിപർവ്വതങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള ഉപയോഗമുണ്ട്. ഒരു ചോദ്യം അവിടെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. വാട്ട് ആർ ദ യൂസസ് ടു മാൻ? എന്തൊക്കെ യൂസസുകളാണ് ഈ വോൾക്കാനോസ്, അഗ്നിപർവ്വതങ്ങൾ കൊണ്ട് മനുഷ്യനുള്ളത്? ഒന്നാമത്തെ പറയുന്നത്, ദ സോയിൽ ഫോംഡ് ബൈ ദ വെതറിങ് ഓഫ് ലാവ റോക്സ് ഈസ് ഫെർട്ടൈൽ. ദ സോയിൽ ഫോംഡ് ബൈ വെതറിങ്, നമ്മുടെ വെതറിങ് ഉണ്ടാകുന്ന അപക്ഷയം ഉണ്ടാകുന്ന സമയത്ത്, വെതറിങ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഈ ലാവ എന്ന് പറയുന്നത് വളരെയധികം ഫെർട്ടൈലാണ്, ഫലപുഷ്ടിയുള്ളതാണെന്ന് പറയുന്നു. എക്സാമ്പിൾ, ദ ബ്ലാക്ക് സോയിൽ ഓഫ് ഡെക്കാൻ പ്ലേറ്റു, ഡെക്കാൻ പീഠഭൂമിയിലുള്ള കറുത്ത മണ്ണ് ഒരു എക്സാമ്പിളായിട്ട് പറയപ്പെടുന്നു. രണ്ടാമത്തേത്, വോൾക്കാനിക് ആഷ് ഈസ് എ ഗുഡ് മാനുവർ. അഗ്നിപർവ്വത സ്ഫോടന ഫലമായി ഉണ്ടാകുന്ന ചാരമെന്ന് പറയുന്നത് വളരെ നല്ല രീതിയിലുള്ള വളമാണെന്ന് പറയുന്നു. മൂന്നാമത്തെ പോയിന്റ്, ഗീസേഴ്സ് ആർ ഫോംഡ് ഇൻ മെനി വോൾക്കാനിക് റീജിയൻസ്. ചൂട് നീരുറവുകൾ ഉണ്ടാകുന്നു. വോൾക്കാനിക് റീജിയൻ, ഈ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഗീസറുകൾ ഫോം ചെയ്യുന്നു, ചൂട് നീരുറവുകൾ. അതായത് ഈ ഇറപ്ഷൻ്റെ ഫലമായി നീരുറവുകൾ പോലെ പുറത്തേക്ക് വരുന്നതിന് കാരണമാകുന്നു. സച്ച് റീജിയൻസ് ആർ ബീങ് ഡെവലപ്ഡ് ആസ് ടൂറിസ്റ്റ് സെൻറ്റേഴ്സ്. ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ പിന്നീട് ടൂറിസ്റ്റ് സ്പോട്ടുകൾ, ടൂറിസ്റ്റ് സെൻറ്ററുകളാക്കി മാറ്റുകയും ചെയ്യുന്നു. എക്സാമ്പിൾ, ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ, യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് ഇൻ നോർത്ത് അമേരിക്ക. ഈ സ്ഥലങ്ങളെല്ലാം ഇത്തരത്തിൽ ടൂറിസ്റ്റ് സെൻറ്റേഴ്സുകളായിട്ടുള്ള സ്ഥലങ്ങളായിട്ട് പറയപ്പെടുന്നു, എക്സാമ്പിളായിട്ട് പറയപ്പെടുകയും ചെയ്യുന്നു. ഇത്രയുമാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഭാഗമെന്ന് പറയുന്നത്. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, രണ്ടാമത്തെ ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക, മനസ്സിരുത്തി വായിക്കുക. ഈ ഒരു വീഡിയോയോടുകൂടി നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്.